ഹലോ. കോവയ്ക്ക എല്ലാവർക്കും മെഴുക്ക് പുരട്ടാൻ അറിയാം. എന്നാൽ ഇവിടെ 2 കോവയ്ക്ക കഥകൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ ട്വിൻസിനെയൊക്കെ ഡെലിവറി ആയിരുന്ന സമയത്ത് എൻ്റെ അമ്മ എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരുന്നു. പിന്നെ എന്നെ നല്ല കോവയ്ക്ക എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചത് എൻ്റെ ഫാദർ ഇൻ ലോയാണ്. ഞാൻ പുള്ളിയെ ഡാഡ് ഇൻ ലവ് എന്നാണ് വിളിക്കുന്നത്. പുള്ളി ഇപ്പോൾ ഇല്ല ഞങ്ങളുടെ കൂടെ. പുള്ളിയാണ് എന്നെ കറക്റ്റ് കോവയ്ക്ക സെലക്ട് ചെയ്യാൻ പഠിപ്പിച്ചത്. ഉരുണ്ട കോവയ്ക്ക എടുക്കരുത്, മെലിഞ്ഞ് നീളമുള്ള ചെറിയ തിന്നായിട്ടുള്ള കോവയ്ക്ക സെലക്ട് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ കോവയ്ക്ക മെഴുക്ക് പുരട്ടുമ്പോൾ എനിക്ക് ഇതൊന്നും ഓർക്കാതെ ഉണ്ടാക്കാൻ പറ്റാറില്ല. സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു വെജിറ്റബിളാണ്. എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറിയാണ് കേട്ടോ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയത്. ഇതാണ് എൻ്റെ കോവയ്ക്ക കഥ. കോവയ്ക്ക കഥ കേട്ട് നിങ്ങൾ ബോറടിച്ചില്ലെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഒരുപാട് കറികൾ കൂട്ടി ഫുഡ് കഴിച്ചാൽ ഒന്നിൻ്റെയും രുചി കിട്ടാത്തൊരു പ്രശ്നം. അതുകൊണ്ട് വളരെ മിനിമം കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ 1-2 കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റും.